അപകടവും സംഭവിക്കില്ല സർ. ഞങ്ങളാ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാ. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ വരും നിങ്ങളെ മുഖാമുഖം കാണാൻ. അപ്പോ ഈ രൂപത്തിലായിരിക്കില്ലെന്ന് മാത്രം. ഹലോ, മേനോനോ? താനെന്താടോ ഈ നേരത്ത് പതിവില്ലാതെ? എന്താടോ? ഓക്കെ ഡോൺ വറി. താൻ കൂളായി നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. അമ്മുവിന്റെ ക്യാരക്ടർ മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. കുട്ടിക്കാലം മുതൽ സാധാരണ കുട്ടികൾക്ക് ലഭിക്കുന്നത് പോലുള്ള സ്നേഹമൊന്നും മാതാപിതാക്കളിൽ നിന്നും അവൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ. അതിനുള്ള കാരണങ്ങൾ എന്തോ ആവട്ടെ, പക്ഷേ അതവളുടെ മാനസിക നിലയെ ബാധിച്ചു എന്നുള്ളത് സ്വാഭാവികം മാത്രം. മുതിർന്നപ്പോ അവൾ സ്നേഹത്തിന് വേണ്ടി അമിതമായി കൊതിച്ചു തുടങ്ങി. എങ്ങനെയും എന്തു മാർഗം ഉപയോഗിച്ചും സ്നേഹം നേടിയെടുക്കുക, അതായി അവളുടെ ലക്ഷ്യം. അതിനോടൊപ്പം തനിക്ക് കിട്ടുന്ന സ്നേഹം തനിക്ക് മാത്രമേ കിട്ടാവൂ എന്നും ആഗ്രഹിച്ചിരിക്കാം. ഒരുതരം ഓവർ പൊസസീവ്നെസ്. പിന്നെ പ്രായം ഇതല്ലേ, അതൊക്കെ മനസ്സിലാക്കി അവളോട് പെരുമാറിയാ മതി, ഒക്കെ ശരിയാവൂടും. ആരാടോ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പെരുമാറുക? എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളല്ലേ പ്രധാനം. വന്ന അവസാനം എന്റെ കുട്ടി ഈ അവസ്ഥയിലായി. ഹേയ്, ഇതത്ര ഗുരുതരമായ അവസ്ഥയൊന്നും അല്ല. ചെറിയൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേലും അമ്മുവിനുണ്ടല്ലോ. അപ്പോ അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങളൊക്കെ പെട്ടെന്നെടുത്തെന്നിരിക്കും. ഇവിടെ അതേ സംഭവിച്ചിട്ടുള്ളൂ. സാരമില്ല, ഇനി അങ്ങോട്ട് അവളെ നന്നായി കെയർ ചെയ്താൽ മതി. അതെങ്ങനെ? തനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. മുമ്പ് ഭാര്യയുമായി തല്ലുപിടിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടവും. അതിനിടയിൽ ആ പാവം കുട്ടിയുടെ കാര്യം. ഇല്ലടോ, ഇനി എന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയുണ്ടാവില്ല. എന്റെ മോളിനി വിഷമിക്കാൻ ഞാൻ അനുവദിക്കില്ല. സത്യം. ദാറ്റ്സ് ഇറ്റ്. മുത്തശ്ശി, ആ പോകാറായോ മോളെ? ആയി മുത്തശ്ശി. ഓ, ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നാ വേഗം വന്ന് വല്ലതും കഴിക്കേ. അയ്യോ മുത്തശ്ശി, ഇനി അതിനൊന്നും നേരമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്മണി നല്ല ദോശ ഉണ്ടാക്കിയിരിക്കുന്നേ. അമ്മണി ചമ്മന്തിയും കുഴിച്ചേ. മതി. ഇങ്ങത്താ.
മോളെ നല്ല ചൂടുള്ള ദോശ വേണമെങ്കിൽ ഒന്നുകൂടെ തരാം. അതൊന്നും വേണ്ട ചേച്ചി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഓ, ഇങ്ങനുണ്ടൊരു ധൃതി. അവിടെ ഇരുന്ന് സാവധാനത്തിൽ കഴിച്ചിട്ട് പോയാ മതി. മതി മതി. എന്റെ മോളെ നീ അതോടെ കഴിക്ക്. എന്താ വേണ്ട ഇങ്ങനെ? മുത്തശ്ശി, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇങ്ങനൊരു കൊച്ച്. ആ മോളെ, അമ്മൂന്റെ വിവരം വല്ലതും അറിഞ്ഞു? രാവിലെ ഞാൻ ആന്റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാറായിട്ടില്ലെന്നാ പറഞ്ഞേ. പാവം, ഒക്കെ ശരിയായാ മതിയായിരുന്നു. എന്റെ ഗുരുവായൂരപ്പാ. ഹലോ ഷംനെ, നീ റെഡിയായി നിൽക്കുമല്ലേ? ഞാൻ ദേ ഇറങ്ങി. നീ ഹോസ്റ്റലിന്റെ മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ. ഓക്കെ. ആ താനെന്താ അർജന്റായിട്ട് കാണാൻ പറഞ്ഞത്? മറ്റൊന്നുമല്ല, അമ്മൂനെ ചികിത്സിക്കുന്ന ഡോക്ടർ മഹേഷ് എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ. അമ്മൂന്റെ കാര്യം ഇതിനു മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തു പറഞ്ഞു ഡോക്ടർ മഹേഷ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാ ഒരല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യ. എന്താടോ? അമ്മുവിന്റെ തലച്ചോറിൽ നിന്നും സ്പീക്ക് സെന്ററിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയെങ്കിൽ അവിടുത്തെ കോശങ്ങൾ നശിക്കും. പിന്നെ പിന്നെ സംസാരശേഷി തന്നെ ചിലപ്പോ പരിഭ്രമിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. ചിലപ്പോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും മതി. ഡോക്ടർ, പക്ഷെ എന്ത് സംഭവിച്ചാലും നമ്മളതിനെ നേരിടാൻ തയ്യാറായല്ലേ പറ്റൂ. മതി പ്ലീസ്. കൂൾ മാൻ. ശ്വേത, എന്താ ഡോക്ടർ പറഞ്ഞത്? ശ്വേത, പറ ശ്വേത. ശ്വേത, അവൾ രക്ഷപ്പെടും. പക്ഷേ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവുമെന്ന് ഡോക്ടർക്ക് സംശയമുണ്ടത്രേ. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ എങ്ങാനും സംഭവിച്ച നമ്മുടെ അമ്മൂട്ടി ശ്വേത, നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ വണ്ടി എടുക്ക്. പോകാം. പക്ഷേ ഇപ്പൊ പോകേണ്ടത് കോളേജിലേക്കാ. നമ്മുടെ അമ്മുവിന്റെ പ്രശ്നം അരുൺ സാറിനെതിരെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തേ പറ്റൂ. എന്ത് റിസ്ക് എടുത്ത് നമുക്ക് എല്ലാരും പങ്കെടുപ്പിക്കണം. പിന്നല്ലാതെ. വാടാ അജിത്, ആ, എന്തായി കാര്യങ്ങളൊക്കെ? നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ അരുൺ സാറിനെ നമ്മൾ ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ല. അയാൾക്ക് അനുകൂലമായി വാദിക്കാനേ ചില കരിങ്കാലികൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അയാളെ ക്ലാസ്സിലേക്ക് വിട്ടാലല്ലേ അയാളെ പഠിപ്പിക്കൂ. അപ്പോ ഈ കരിങ്കാലികൾ എന്ത് ചെയ്യും? ബിനോയ്, നിങ്ങൾ കൃത്യം 10 മണിയാകുമ്പോൾ സ്റ്റാഫ് റൂമിന് മുന്നിൽ വരണം. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടണം. ഓക്കെ? ഓക്കെ, പോകാം. വാടാ. ശ്വേതേ, നമ്മൾ മാറി നിന്നാ മതി. അത് ശരിയാ, അത് ബോയ്സ് ഡീൽ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഗ്രൗണ്ടിന് വെളിയിൽ നിന്നാ വിക്കറ്റ് പറത്തുന്നു. നമ്മുടെ അമ്മൂനോട് ഇങ്ങനെ ചെയ്തവനെ
വെറുതെ വിടില്ല. മനുഷ്യത്വമില്ലാത്ത അധ്യാപനം ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യത്വമില്ലാത്ത അധ്യാപകനെ ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യത്വമില്ലാത്ത അധ്യാപനം ഞങ്ങൾക്ക് വേണ്ട. മനുഷ്യത്വമില്ലാത്ത അധ്യാപകനെ ഞങ്ങൾക്ക് വേണ്ട. അരുൺകുമാർ ഗോ ബാക്ക്. അരുൺകുമാറിനെ പിരിച്ചുവിടുക. അരുൺകുമാറിനെ പിരിച്ചുവിടുക. അരുൺകുമാർ ഗോ ബാക്ക്. മനുഷ്യത്വമില്ലാത്ത അധ്യാപനം ഞങ്ങൾക്ക് വേണ്ട. അരുൺകുമാറിനെ പിരിച്ചുവിടുക. അരുൺകുമാർ ഗോ ബാക്ക്. അരുൺകുമാർ ഗോ ബാക്ക്. അരുൺകുമാർ ഗോ ബാക്ക്. സ്റ്റോപ്പ് ഇറ്റ്. നിർത്തൂ. പറയുന്നത് അനുസരിക്കൂ. എല്ലാവരും പിരിഞ്ഞു പോകണം. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. എന്നിട്ടേ സാർ ക്ലാസ് എടുക്കും. നിങ്ങളിൽ ആരെങ്കിലും രണ്ടുപേർ ഓഫീസിലേക്ക് വരും. നമുക്ക് സംസാരിക്കാം. അജിത്തും ബിരോജും കൂടെ പോയിക്കോളും. ചെല്ല്. സാറ് സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കോളൂ. ഞാൻ വിളിക്കാം. ശരി, എല്ലാവരും ക്ലാസ്സിലേക്ക് പോകണം. എല്ലാവരും പൊക്കോ പൊക്കോ പൊക്കോ. സാർ, സാറിന് പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഞാൻ വരാം. May I come in, sir? യെസ്, ഇരിക്കൂ. Thank you, sir. സർ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും. അറിയാം അരുൺ, എന്താണുണ്ടായതെന്ന് ഞാൻ വേറെ രീതിയിൽ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബുദ്ധിപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കുട്ടികളെ പ്രകോപിപ്പിക്കുന്നതിന് കാരണമാകും. അവരിപ്പോൾ തന്നെ വളരെ അഗ്രസീവാണ്. സാർ ഒരാഴ്ച ഒന്ന് ലീവ് എടുത്ത് മാറി നിൽക്കൂ. എല്ലാം ഒന്ന് തണുക്കട്ടെ. അരുവേട്ടാ എണീക്കുന്നില്ലേ? മണി 5:30 ആയിന്നേ. നടക്കാൻ പോണ്ടേ? ഇല്ലെന്നേ. ഇല്ലെന്നോ? ഇങ്ങോട്ട് എഴുന്നേറ്റേ. മോർണിംഗ് വാക്ക് ഒഴിവാക്കണ്ട. ഒരു മൂഡില്ല. എഴുന്നേറ്റ് മുഖം കഴുകിക്കേ. മൂടൊക്കെ വന്നോളും. അരുവേട്ടാ, എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നേ? ഇത് അത്ര വലിയ കാര്യമായിട്ടെടുത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. എല്ലാം നേരെയാവും. ഒരാഴ്ച കഴിഞ്ഞാൽ അരുവേട്ടന് കോളേജിൽ പോകാൻ പറ്റും. അപ്പോഴേക്കും അമ്മ സുഖം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ വിടും. എല്ലാം നേരെയാവും. ഏയ് ഇല്ല ചാരു, ഒന്നും നേരെയാവില്ല. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നേ. കോളേജിലെ ജോലി ചിലപ്പോഴെനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങി ഞാൻ, കുട്ടികളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ. അരുൺകുമാറിന് പഠിപ്പിക്കാൻ അറിയില്ലെന്ന് ഒരു കുട്ടിയും പറയില്ല. അതെനിക്ക് ഉറപ്പാ. ധാരാളം കുട്ടികളെയും കിട്ടും. അത് മതി. അരുവേട്ടന് കഴിയും. അറിവുണ്ട്, ആത്മവിശ്വാസമുണ്ട്. പിന്നെ എന്തിനാ അരുവേട്ടാ ദുഃഖിക്കുന്നേ? ദുഃഖോ? എന്തു ദുഃഖം? തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനു ദുഃഖിക്കണം? പക്ഷേ ആ പെൺകുട്ടി, അവളുടെ കാര്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ അമ്മു? അതൊരു കറുത്ത പാടുപോലെ എന്നും.
തുറക്കും മോളെ. മോളെ നീ എന്തെങ്കിലും ഒന്ന് പറയും മോളെ, പറയും മോളെ. അമ്മോ അമ്മോ മോളെ, അമ്മോ അമ്മോ, ഞാൻ ശ്വേതയാ. ദാ ഷംനയുണ്ട് കൂടെ. ഞങ്ങള് കോളേജിൽ നിന്ന് വരുവാ. ഇന്ന് അയാളെ ക്ലാസ് എടുക്കാൻ സമ്മതിച്ചില്ല ഞങ്ങള്. പറഞ്ഞോ? പറ മോളെ, നിനക്ക് സന്തോഷമായില്ലേ? നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മോളെ? മോളെ, നിനക്ക് ഞങ്ങളോടൊന്നും പറയാനില്ലേ? പറ മോളെ. പറയും മോളെ, അവര് ചോദിക്കുന്ന കേട്ടില്ലേ? മോളെ, എന്റെ പൊന്നുമോള് പറ. മോക്ക് സംസാരിക്കാൻ പറ്റും. പറ മോളെ, എന്തെങ്കിലും ഒന്ന് പറ. പറയാമോ? ആന്റി, എന്താ ഇത്? അമ്മൂന് എന്താ പറ്റിയേ? ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇവക്ക്. അറിയില്ല മോളെ, എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്? ഏയ്, കുറെ ബ്ലഡ് പോയില്ലേ, അതിന് ക്ഷീണം കൊണ്ട് സംസാരിക്കാത്തതാവും. എല്ലാം ശരിയാവും. അല്ലാതെ ശിവ, ഞാനൊന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. ഒന്നുമില്ലടാ, ഡോക്ടർ പറയട്ടെ. ഞാനും അതാ കാത്തിരിക്കുന്നത്. എന്റെ മോൾക്ക് ഇനി ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ലെന്ന വിവരമാണ് ഞാൻ അറിയുന്നതെങ്കിൽ എങ്കിൽ അയാൾ അരുൺകുമാർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അയാളെ ഇനി കോളേജിന്റെ പടി കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല ആന്റി. അയാളുടെ ജോലി ഞങ്ങൾ തെറിപ്പിക്കും. പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് ലീവ് എടുത്ത് അയാൾ പോയിരിക്കുക. അയാൾ പോയിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞങ്ങള്. അതെ, അയാൾ വരട്ടെ. ഏതായാലും അയാളെങ്ങനെ മാന്യനായിട്ട് രക്ഷപ്പെടണ്ട. എനിക്കും പലതും ചെയ്യാൻ കഴിയും. അയാൾ ഒറ്റൊരുത്തൻ കാണിച്ച ക്രൂരതയാ ഇതിനൊക്കെ കാരണം. എല്ലാത്തിനും എണ്ണി എണ്ണി ഞാൻ കണക്ക് പറയിക്കും. ആന്റി ഇങ്ങനെ പേടിക്കില്ലേ, സമാധാനമായിട്ടിരിക്കെ. പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല, അങ്ങനെ വിശ്വസിക്കേ. വിശ്വസിച്ചു മോളെ, അമ്മ വിശ്വസിച്ചു. എന്റെ ചോറ്റാനിക്കരമ്മേ, എന്റെ മോളെ കാത്തോളെ. മോളെ, അമ്മയുടെ മോൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? കണ്ടോ ഡോക്ടറെ, കണ്ടോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കൺസൾട്ടേഷനില്ല. ഞാൻ ഇടിച്ചു കയറി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏതായാലും OP ഡ്യൂട്ടി കഴിഞ്ഞ ഡോക്ടർ വരൂ. ബോധം തെളിഞ്ഞ് ഇത്ര നേരമായിട്ട് മോള് ഒരക്ഷരം സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു ശിവ. എന്റെ മോള്. മോളെ, മോക്ക് എഴുതാൻ കഴിയോ? ആ, പറയാനുള്ളതൊക്കെ എഴുതി കാണിക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത്. കടലാസ് വേണമല്ലോ. അമ്മ എഴുത്, നിനക്ക് പറയാനുള്ളതെല്ലാം എഴുത്. എഴുത് മോളെ.
പോട്ടേടി, നിനക്ക് മരിച്ചാ മതിയല്ലോ അല്ലേ? ഞങ്ങളൊന്നും നിനക്ക് ആരും അല്ലല്ലോ അല്ലേ? വലിയ ആളല്ലേ നീ? പോയി തന്നേക്കാം ഞങ്ങള്, ശല്യപ്പെടുത്താതെ. പാടി. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതും ഈ അവസ്ഥയില്. അല്ലാതെ പിന്നെ എന്ത് പറയണം? കണ്ടില്ലേ അവൾ എഴുതി കാണിച്ചത്? അവൾക്ക് മരിച്ചാ മതിയെന്ന്. ചെകിടത്തൊന്ന് കൊടുക്കാ വേണ്ടത്. ഇതിനാണോടി നമ്മൾ ഇത്രയും? എന്താടി ആ പെണ്ണിന് ഇങ്ങനെ ഓരോന്ന് തോന്നുന്നേ? പടച്ചവനോട് പ്രാർത്ഥിക്കാം, അതേ ഇനിയൊരു വഴിയുള്ളൂ. ആ, നീ ആ ഫോണിങ് തന്നെ. അമ്മൂന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. അങ്കിള് പറഞ്ഞിരുന്നു ഒന്ന് വിളിക്കണമെന്ന്. ഹലോ അങ്കിൾ, ഇത് ഞാനാ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. എന്തായി? നീ കണ്ടോ അമ്മൂനെ? പറഞ്ഞോളൂ എന്തായാലും. അങ്കിൾ, നമ്മൾ ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചിരിക്കുക. അമ്മൂന് സംസാരിക്കാൻ കഴിയുന്നില്ല.